ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നല്ലൊരു ഹെയർ ടിപ്പാണ് കേട്ടോ. ഇത് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും ചെയ്യും, മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും, മുടി നല്ല കട്ട കറുപ്പാവും. ഇത് വെറുതെ വെറും വാക്ക് പറയുന്നതൊന്നല്ല, നമ്മുടെ തൊടിയിലുള്ള ഒരേ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത്. ഇത് നമ്മുടെ വേപ്പിൻ്റെ ഇല, ഇത് മേടിക്കുന്ന വേപ്പിൻ്റെ ഇല അല്ല, നമ്മുടെ വീട്ടിലുണ്ടാവണ കറിവേപ്പിൻ്റെ ഇല. ഇതൊരു 2 തണ്ടൊക്കെ മതിയാവും നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. ഇത് സാധാരണ നമുക്ക് വീട്ടിൽ കാലത്ത് വെറും വയറ്റിൽ ഇത് ഇല കഴിക്കുക എന്നുള്ളത് നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക്. ഇനി അത് പറ്റാത്തവരുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 തണ്ട് എടുക്കുക, 2 ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം എടുക്കുക, ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉരുള പരുവത്തിലാവില്ലേ, അത് നമ്മുടെ വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഡെയിലി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും ചെയ്യും, മുടി നല്ല കരുത്തുള്ള ആവും ചെയ്യും കേട്ടോ. ഇനി തന്നെ കടിച്ച് തിന്നാൻ പറ്റുന്നവർക്കാണെങ്കിൽ വെറും വയറ്റിൽ ഒരു തണ്ടെങ്കിലും നമ്മൾ കടിച്ച് തിന്നണം കേട്ടോ. അപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അര ഗ്ലാസ്സാക്കി വറ്റിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ ഡെയിലി നമ്മുടെ തലയിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ പെട്ടെന്ന് വളരുന്നത്, നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നമ്മളിവിടെ ഹെയർ സ്പ്രേ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചായലയുടെ സ്പ്രേയൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് മുടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല വിശർപ്പുള്ളൊരു ടൈമാണല്ലേ, ഇപ്പം നമ്മൾ എന്തോരം തല കഴുകിയാലും എപ്പോഴും നമുക്ക് ഇങ്ങനെ കുളിക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ. അതിനനുസരിച്ച് നമ്മുടെ തലയിലും ദേഹത്ത് മാത്രമല്ല തലയിലും വിശർപ്പ് ഇളകുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഇവിടെ നമുക്കിങ്ങനെ ഒരു ഒട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ചിലവർ നമ്മുടെ വേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് തലമുടി കഴുകും. ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ചായൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു എടുത്ത് തല കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ മുടിക്കൊരു ഡ്രൈനെസ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് മുടി കിടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു, അതായത് ബേബി ഷാമ്പു ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ആ ഒരു വിശർപ്പിൻ്റെ അതൊക്കെ പോയിട്ട് നമുക്ക് തലനീരിറക്കം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരും, താരം വരാൻ സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഷാമ്പു ഇട്ട് കഴുകുക. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കേട്ടോ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വിശർപ്പ് എന്തായാലും നമ്മുടെ തലയിൽ നിന്ന് മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുമ്മലൊക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നത്തെ ഒരു ഹെയർ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ളൊരു കാര്യം തന്നെയാണ്. ബീട്രൂട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ, ഇല്ലെങ്കിൽ നമുക്കത് സാമ്പാറൊക്കെ വെക്കാനായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നമ്മളത് മാറ്റിയിടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ബീട്രൂട്ട് ഉണ്ടായാലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ട് മേടിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബീട്രൂട്ടും നമ്മുടെ കറ്റാർവാഴയും, വീട്ടിലുള്ള കറ്റാർവാഴയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്കത് കിട്ടും. അത് നമ്മുടെ മുടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നര വരാതിരിക്കാനും അതുപോലെ തന്നെ മുടി ഇതില്ലാതെ നമുക്ക് നല്ലതാണ്. കറിവേപ്പിൻ്റെ ഇല ആയാലും നമ്മുടെ ബീട്രൂട്ട് ആയാലും കറ്റാർവാഴയൊക്കെ മുടിയുടെ വളർച്ച കൂട്ടണമായിട്ടാണ്. ഇതൊക്കെ നമുക്ക് മുടിക്ക് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. നല്ലൊരു ഹെയർ സ്പ്രേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിറായിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ കൊറ്റനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, അരിച്ചെടുത്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ മുടി നല്ല ഷൈനിങ് ഒക്കെ ആവുകയും ചെയ്യും. മുടിയുടെ ഗ്രോത്ത് കൂട്ടാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വീട്ടിലും കറിവേപ്പില നട്ട് വളർത്തുന്നത് നല്ലതാണ്. കറിവേപ്പില ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിവിടെ ഇടുന്ന എല്ലാ പാക്കിലും ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് നമ്മളിവിടെ ഓരോ ഹെയർ പാക്ക് നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായിട്ട് നമ്മുടെ മുടിക്ക് ഒരു നര പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ വേപ്പിൻ്റെ ഇല കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ടാവണ സമയമല്ലേ, അപ്പോൾ കുറച്ചൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു ചെപ്പിലിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു മാസം വരയ്ക്കും നമുക്ക് ആ വേപ്പിൻ്റെ ഇല കേടുകൂടാണ്ടിരിക്കും. ഇലയൊക്കെ ഇങ്ങനെ കുതിർത്തിയെടുത്തിട്ട് ഒരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. വീട്ടിലില്ലാത്തവർ, വീട്ടിലുള്ളവരാണെങ്കിൽ
ഇത് എന്നും തലയിലേക്ക് ഈ ഒരു സ്പ്രേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലൊക്കെ ടപ്പേന്ന് പറഞ്ഞ് നിൽക്കുന്ന പറഞ്ഞ പോലെയാണ്, ഭയങ്കരമായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പോലെ മുടി കിളിച്ച് വളർന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ടിപ്പാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.